ഡെയിലി യൂസ് സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ്. കേട്ട് കേട്ട് പറഞ്ഞു പഠിക്കാം. ഞാൻ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും സ്വയം പറയാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ എന്നോടൊപ്പം ആവർത്തിച്ച് ഉറക്കെ പറയുക. ഓക്കെ, ലിസൺ ആൻഡ് റിപ്പീറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇരിക്ക് എന്ന് പറയാൻ നമ്മൾക്ക് ഒരാളോട് സിറ്റ് എന്ന് പറയാം. അപ്പോൾ അതൊരു റൂഡായിട്ടുള്ള ഒരാളോട് ഇരിക്ക് എന്ന് നമ്മൾ ദേഷ്യത്തിൽ പറയുന്നത് പോലെയാണ്. അത് നമുക്ക് പൊളൈറ്റായിട്ട് ഇരിക്കൂ, ഹാവ് എ സീറ്റ്, ഹാവ് എ സീറ്റ്, പ്ലീസ് ഹാവ് എ സീറ്റ്, അല്ലെങ്കിൽ ടേക്ക് എ സീറ്റ്, പ്ലീസ് ടേക്ക് എ സീറ്റ്. രണ്ട് രീതിയിലും പറയാം. ഹാവ് എ സീറ്റ് അല്ലെങ്കിൽ ടേക്ക് എ സീറ്റ്. നോക്കൂ, ലുക്ക് എന്നാണ് പറയുക അല്ലേ? ലുക്ക്. അതിന് ടേക്ക് എ ലുക്ക്, ടേക്ക് എ ലുക്ക്, അല്ലെങ്കിൽ ഹാവ് എ ലുക്ക്, ഹാവ് എ ലുക്ക്, ടേക്ക് എ ലുക്ക്, അല്ലെങ്കിൽ ഹാവ് എ ലുക്ക്. ഒരു ബ്രേക്ക് എടുക്കുക, ബ്രേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ ബ്രേക്ക്, അല്ലെങ്കിൽ ഹാവ് എ ബ്രേക്ക്, ഹാവ് എ ബ്രേക്ക്, ടേക്ക് എ ബ്രേക്ക്, അല്ലെങ്കിൽ ഹാവ് എ ബ്രേക്ക്. ഒരു ദിവസത്തേക്ക് അവധിയെടുക്കുക, ടേക്ക് എ ഡേ ഓഫ്, ടേക്ക് എ ഡേ ഓഫ്, അല്ലെങ്കിൽ ഹാവ് എ ഡേ ഓഫ്, ഹാവ് എ ഡേ ഓഫ് എന്ന് പറയാം. ഒന്ന് കുളിക്ക്, ടേക്ക് എ ഷവർ, ടേക്ക് എ ഷവർ, അല്ലെങ്കിൽ ഹാവ് എ ഷവർ, ഹാവ് എ ഷവർ, ടേക്ക് എ ഷവർ, അല്ലെങ്കിൽ ഹാവ് എ ഷവർ. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സും കൂടി ഇത് കണ്ടോട്ടെ എന്ന് കരുതി ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണ്. ഞാൻ രാധയോട് അതേപ്പറ്റി ഇപ്പം ചോദിച്ചതേ ഉള്ളൂ. I just asked Radha about it. I just asked Radha about it. I just asked എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ചോദിച്ചതേ ഉള്ളൂ. ഞാൻ രാധയോട് മാത്രമേ ചോദിച്ചുള്ളൂ. I asked just Radha about it. I asked just Radha about it. ആ ജസ്റ്റിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴത്തേക്കിനും ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വന്നു. ഐ ജസ്റ്റ് ആസ്ക്ഡ് രാധ എന്ന് വെച്ചാൽ ഞാൻ രാധയോട് ഇപ്പം ചോദിച്ചതേ ഉള്ളൂ എന്നർത്ഥം. ഐ ആസ്ക്ഡ് ജസ്റ്റ് രാധ എന്ന് വന്നപ്പോൾ ഞാൻ രാധയോട് മാത്രമേ ചോദിച്ചുള്ളൂ. വെള്ളം തിളപ്പിക്കുമ്പോൾ എൻ്റെ വിരൽ പൊള്ളി. I burnt my finger while boiling water. I burnt my finger while boiling water. ഞാൻ എൻ്റെ വിരൽ മനഃപൂർവ്വം പൊള്ളിച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം. I burnt my finger എന്ന് വെച്ചാൽ അറിയാതെ സംഭവിച്ചു പോയാലും ഇങ്ങനെ തന്നെയാണ് പറയുക. I burnt my finger while boiling water. പച്ചക്കറി മുറിക്കുമ്പോൾ എൻ്റെ വിരൽ മുറിഞ്ഞു. ഞാനിത് എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാനിത് ഓൾറെഡി പറഞ്ഞ സെൻറ്റൻസസ് ആണ്. ഓർമ്മ വരുന്നുണ്ടോ? ഐ കട്ട് മൈ ഫിംഗർ വൈൽ കട്ടിംഗ് വെജിറ്റബിൾസ്. ഐ കട്ട് മൈ ഫിംഗർ വൈൽ കട്ടിംഗ് വെജിറ്റബിൾസ്. ഐ കട്ട് മൈ ഫിംഗർ എന്ന് വെച്ചാൽ എൻ്റെ വിരൽ മുറിഞ്ഞു. ഞാൻ മനഃപൂർവ്വമായിട്ട് മുറിച്ചതല്ല, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. അങ്ങനെയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പറയുക. ഐ കട്ട് മൈ ഫിംഗർ. എൻ്റെ കാൽ ഉളുക്കി. ഐ സ്പ്രെയിൻഡ് മൈ ലെഗ്. I sprained my leg. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ എൻ്റെ കൈക്ക് പരിക്ക് സംഭവിച്ചു. ഈ പരിക്ക് സഹിക്കാവുന്ന തരത്തിലുള്ള ഒരു പരിക്കാണ്, വളരെ സീരിയസ് അല്ല. I hurt my arm. I hurt my arm while playing basketball. I hurt my arm while playing basketball. ഹേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പരിക്ക് പറ്റുക അല്ലെങ്കിൽ വേദനിക്കുക. മാനസികമായി വേദനിക്കുകയാണെങ്കിലും ഹേർട്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സീരിയസ് അല്ലാത്ത ഒരു പരിക്കിനാണ് ഈ ഹേർട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എവിടാ നിനക്ക് വേദനിക്കുന്നത് പറഞ്ഞേ?
Tell me where it hurts. Tell me where it hurts. Tell me where it hurts. അവളുടെ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതായത് ഇമോഷണലി വേദനയുണ്ടാക്കി. Her words really hurt me. Her words really hurt me. ഈ hurt അതിൻ്റെ പാസ്റ്റ് hurted അല്ല. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹേർട്ട് തന്നെയാണ്. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. I didn't mean to hurt you. I didn't mean to hurt you. ഒരു കാർ ആക്സിഡൻറ്റിൽ അവളുടെ കാലിന് പരിക്ക് പറ്റി. ഈ പരിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു പരിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹേർട്ട് എന്നല്ല പറയാം. She injured her leg in a car accident. She injured her leg in a car accident. Injured. Injured അല്ല, injured. ഈ തലവേദന എടുക്കുമ്പോൾ കൊല്ലുന്ന തലവേദന എന്ന് പറയില്ലേ? My head is killing me. എൻ്റെ തല എന്നെ കൊല്ലുക എന്നല്ല, എൻ്റെ തല സഹിക്കാൻ വയ്യാത്ത വേദന, കൊല്ലുന്ന വേദന എന്നൊക്കെ പറയാറില്ലേ? അത്. എൻ്റെ മുതുകിന് കൊല്ലുന്ന വേദന. My back is killing me. My back is killing me. അതുപോലെ ചില ടി വി ഷോസൊക്കെ നമ്മൾ കാണുമ്പോൾ അതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്ട്രീംലി ആൻഷ്യസ് ആവത്തില്ലേ? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ സസ്പെൻസ് അന്നേരവും നമുക്ക് പറയാം, ദ സസ്പെൻസ് ഇസ് കില്ലിങ് മീ. ദ സസ്പെൻസ് ഇസ് കില്ലിങ് മീ. കില്ലിങ് ഇല്ല അങ്ങനെ പറയണ്ട കേട്ടോ, അത്ര കട്ടി കൊടുത്ത് പറയണ്ട. ഓക്കെ. അവളുടെ എക്സൈറ്റ്മെൻറ്റ് അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. Her excitement was visible on her face. Her excitement was visible on her face. Excitement ആണ്, excitement ആണ്, excitement അല്ല, excitement. ഓക്കെ. പ്രകടമായത് എന്നുള്ളതാണ് വിസിബിൾ. അവൻ്റെ നിരാശ എല്ലാവർക്കും പ്രകടമായിരുന്നു. His disappointment was visible to everyone. His disappointment was visible to everyone. ഞാൻ ഈ വാക്ക് ഇതിനു മുൻപ് കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയാത്തവർ ചുരുക്കമാണ് അല്ലേ? ഞാൻ ഈ വാക്ക് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. I've never heard this word before. I've never heard this word before. ഈ വാക്ക് എനിക്ക് പരിചിതമല്ല, ഒരു പരിചയവുമില്ല. This word is unfamiliar to me. This word is unfamiliar to me. Unfamiliar എന്ന് വെച്ചാൽ ഒരു പരിചയവുമില്ല. പരിചയമുള്ളതിനാണ് ഫെമിലിയർ എന്ന് പറയാം. പരിചയമില്ലാത്തത് അൺഫെമിലിയർ. ഞാൻ ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. I am hearing this word for the first time. I am hearing this word for the first time. എനിക്ക് ഈ വാക്ക് തീർത്തും പുതിയതാണ്. This word is completely new to me. This word is completely new to me. തീർത്തും പുതിയത്, completely new. അവള് ജോലിക്കായി തീർത്തും പുതിയ ഒരു സിറ്റിയിലേക്ക് മാറി. She moved to a completely new city for work. She moved to a completely new city for work. നമ്മളൊരു വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതിന് മൂവ് ചെയ്യാന്നാണ് പറയാം. ഓക്കെ. വീട് പുതുക്കി പണിത ശേഷം തീർത്തും പുതിയതായിട്ട് തോന്നുന്നു. പുതുക്കി പണിയുന്നതിന് റെനോവേറ്റ് എന്നാണ് പറയുക. റെനോവേറ്റ്. അതിൻ്റെ നൗൺ റെനോവേഷൻ. റെനോവേഷൻ, റിനോവേഷൻ അല്ല. The house looks completely new after renovation. The house looks completely new after renovation. ഇത് എനിക്ക് തീർത്തും പുതിയ ഒരു അനുഭവമാണ്.
This is a completely new experience for me. This is a completely new experience for me. എൻ്റെ അങ്കിളും ആൻറ്റിയും അടുത്ത ആഴ്ച ഞങ്ങളെ കാണാൻ വരികയാണ്. My uncle and auntie are visiting us next week. My uncle and auntie are visiting us next week. ആൻറ്റിക്ക് ആൻറ്റ് എന്നും പറയും. ഓക്കെ, അതുപോലെ അടുത്ത ആഴ്ച കാണാൻ വരുന്ന കാര്യമല്ലേ, എന്തുകൊണ്ട് മൈ അങ്കിൾ ആൻഡ് ആൻറ്റ് വിൽ വിസിറ്റ് അസ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നില്ല? നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയും പറയാറില്ലേ, അവർ അടുത്ത ആഴ്ച കാണാൻ വരികയാണ്. ആ കണ്ടിന്യൂസ് ടെൻസ് തന്നെയല്ലേ നമ്മൾ മലയാളത്തിലും ഉപയോഗിച്ചത്. അതുപോലെ ഇംഗ്ലീഷിലും നമുക്ക് തീരുമാനിച്ച് ഉറപ്പിച്ച് അവർ തീർച്ചയായിട്ടും വരുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉറപ്പിച്ച ഒരു കാര്യം പറയാൻ വിൽ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് തെറ്റൊന്നും ഇല്ലാതാനും വിൽ വിസിറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, നായകൻ ഇതിനു മുൻപ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നായിക ഇൻഡസ്ട്രിയിൽ നന്നേ പുതിയതാണ്. വലിയൊരു സെൻറ്റൻസ് അല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നുന്നുണ്ടല്ലേ? നായകൻ ഹീറോ, നായികയ്ക്ക് ഹീറോയിൻ എന്നായിരുന്നു ഞാൻ പറഞ്ഞ് ശീലിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് മനസ്സിലായി ഹീറോയിൻ എന്നല്ല അത് പറയുന്നത്, ഹെറോയിൻ എന്നാണെന്ന്. ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ഒരു ഡ്രഗാണ് ഈ ഹെറോയിൻ എന്ന് കേട്ടിട്ടുള്ളത്. നായകൻ ഇതിനു മുൻപ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് പറഞ്ഞുകൂടെ? The hero had acted in several films before this. ഇതിനു മുൻപ് The hero had acted in several films before this. പക്ഷേ നായിക ഇൻഡസ്ട്രിയിൽ നന്നേ പുതിയതാണ്. ഈ സിനിമ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രി എന്ന് കോമൺ ആയിട്ട് പറയാറുണ്ട്. But the heroine was fairly new to the industry. Fairly new എന്ന് വെച്ചാൽ നന്നേ പുതിയത്. But the heroine was fairly new to the industry. The hero had acted in several films before this, but the heroine was fairly new to the industry. ഒന്നും കൂടി പറയാം. The hero had acted in several films before this, but the heroine was fairly new to the industry. ഉറക്കെ തന്നെ പറയണം കേട്ടോ. നായകൻ, നായിക, ഹീറോ, ഹെറോയിൻ. അപ്പോൾ നടൻ, നടി എന്ന് നമ്മൾ പറയാറില്ലേ? നടൻ, നടി, ആക്ടർ, ആക്ട്രസ്. പക്ഷേ ഇപ്പോൾ ഇതിന് അങ്ങനെ ഒരു സ്ത്രീലിംഗം, പുല്ലിംഗം അങ്ങനെ പറയുന്നില്ല. സ്ത്രീലിംഗമായാലും പുല്ലിംഗമായാലും ആക്ടർ എന്ന് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഹീറോ, ഹെറോയിൻ എന്ന് ഉപയോഗിക്കാറുണ്ടെങ്കിലും ആക്ടർ എന്ന് മാത്രമേ ആക്ട്രസ് ആണെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. കവി, കവയത്രി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോയറ്റ്, പോയറ്റസ്, പോയറ്റ്, പോയറ്റസ്. പക്ഷേ ഇപ്പോൾ കവിയാണെങ്കിലും കവയിത്രി ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പോയറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പോയറ്റ്. അതുപോലെ വെയ്റ്റർ, എല്ലാവർക്കും അറിയാം. വെയ്റ്റർ സ്ത്രീ ആണെങ്കിൽ വെയ്ട്രസ് എന്നും പറയുമായിരുന്നു. ഇപ്പോൾ രണ്ടു പേർക്കും വെയ്റ്റർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവളുടെ ഭാഗം വിശദീകരിക്കട്ടെ. Let her explain her side. Let her explain her side. ആദ്യം അവൻ അറിയട്ടെ. Let him know first. Let him know first. നമുക്ക് കേർട്ടിന് പിന്നിൽ ഒളിക്കാം. പിന്നിൽ ഒളിക്കാം. ഒളിക്കുന്നതിന് ഹൈഡ് ചെയ്യാന്ന് പറയും. ഹൈഡ്. പിന്നിൽ, ബെഹൈൻഡ്. Behind. Let's hide behind the curtain. Let's hide behind the curtain. ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഞാൻ നിന്നെ അറിയിക്കാം. I'll let you know in a day or two. I'll let you know in a day or two. In a day or two, ഒന്നോ രണ്ടോ ദിവസത്തിന് ഉള്ളിൽ. ഇതിലെ കുറേ സെൻറ്റൻസസ് ഒക്കെ തന്നെ ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എൻ്റെ ആങ്ങളയുടെ മോന് 4 വയസ്സുണ്ട്. My nephew is 4 years old. My nephew
is 4 years old. My nephew, ആങ്ങളയുടെ മോന് അല്ലെങ്കിൽ പെങ്ങളുടെ മോന്, അതിനൊക്കെ നെഫ്യൂ എന്ന് പറയും, അനന്തരവൻ. ഞാനിത് ഈ ഫാമിലി റിലേഷൻസിൻ്റെ കുറേ ഷോർട്സ് ഞാൻ ഇട്ടിരുന്നു. അതിൽ ഞാൻ നെഫ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നെ തിരുത്തിയിരുന്നു. നെഫ്യൂ അല്ല, അത് നെവ്യൂ ആണെന്ന്. നെവ്യൂ എന്നല്ല ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ, നെഫ്യൂ എന്ന് തന്നെയാണ്. ഓക്കെ, എൻ്റെ ആങ്ങളയുടെ മോൾക്ക് അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ മോൾക്ക് 6 വയസ്സുണ്ട്. മൈ നീസ് ഇസ് 6 years old. മൈ നീസ്, നീസ് എന്നാണ് പറയാം. മൈ നീസ് ഇസ് 6 years old. അവളുമായിട്ട് നിനക്കെങ്ങനെയാണ് ബന്ധം? അതായത് എന്തോ ഫാമിലി റിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, അവളുമായിട്ട് നിനക്കെങ്ങനെ ബന്ധം? ഹൗ ഇസ് ഷീ റിലേറ്റഡ് ടു യു? ഹൗ ഇസ് ഷീ റിലേറ്റഡ് ടു യു? അല്ലെങ്കിൽ നിനക്ക് അവളുമായിട്ട് എങ്ങനെയാ ബന്ധം? ഇതേ അർത്ഥം തന്നെ അല്ലേ? ഹൗ ആർ യു റിലേറ്റഡ് ടു ഹർ? ഹൗ ആർ യു റിലേറ്റഡ് ടു ഹർ? ഷീലയ്ക്ക് രാജുവായിട്ട് എങ്ങനെയാ ബന്ധം? How is Sheila related to Raju? How is Sheila related to Raju? അവളുടെ വീടിനടുത്ത് ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട്. There's a huge stadium near her house. There's a huge stadium near her house. A huge stadium. A very big stadium എന്നുള്ളതിനാണ് huge എന്നുള്ള വാക്കുപയോഗിച്ചത്. നീ എന്നും ഈ ബസ്സാണോ പിടിക്കാറ്? ഈ ബസ്സിലാണോ പോകാറ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മലയാളത്തിലും പറയാറില്ലേ, ഈ ബസ് പിടിച്ചാണോ നീ പോകാറ് എന്ന് ചോദിക്കില്ലേ? ഡു യു ടേക്ക് ദിസ് ബസ് എവ്രി ഡേ? ഡു യു ടേക്ക് ദിസ് ബസ് എവ്രി ഡേ? നിന്റെ താക്കോല് നഷ്ടപ്പെട്ടോ? ഇത് നിന്റേതാണോ? ഡിഡ് യു ലൂസ് യുവർ കീ? ഇസ് ദിസ് യോഴ്സ്? ഡിഡ് യു ലൂസ് യുവർ കീ? Is this yours? LOSE, lose, നഷ്ടപ്പെടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. LOOSE ആണെങ്കിൽ ലൂസ്, അയഞ്ഞത് എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റ് ടൈറ്റ്. അത് രണ്ടിനും, ഈ 2 ലൂസിനും ഒരേ പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. അതാരും എടുത്തുകൊണ്ട് പോവില്ല. Nobody will take it away. Nobody will take it away. Nobody will take it away. ഇവിടെ ആരുമില്ല. There is nobody here. There is nobody here. നിനക്ക് വേണമെങ്കിൽ അത് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. You can take it to his home if you want. You can take it to his home if you want. അപ്പോൾ കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ടേക്ക് ഇറ്റ് ടു ഹിസ് ഹോം, അവൻ്റെ വീട്ടിലേക്ക് എടുത്തിട്ട് പോവുക എന്നാണ് ഇവിടെ ഈ ടേക്ക് എന്നുള്ള വാക്ക് അർത്ഥമാക്കിയത്. ഓക്കെ, ഇന്ന് എനിക്ക് എൻ്റെ അമ്മയെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. I have to take my mother to the doctor today. I have to take my mother to the doctor today. I have to take my mother to the doctor today. അവൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രോമിസ് എന്ന വേർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ഞാൻ അവന് ഓഫർ ചെയ്തു എന്നാണ്. ഞാനും കൂടി നിൻ്റെ കൂടെ വരാം എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. I offered him to go with him to the police station. I offered him to go with him to the police station. പോലീസ് എന്ന് നീട്ടണ്ട. നമ്മൾ മലയാളത്തിൽ പോലീസ് എന്ന് പോന്ന് നീട്ടി പറയും, ഇംഗ്ലീഷിൽ പോലീസ് എന്ന് മതി. ഓക്കെ, I offered him to go with him to the police station. എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാമോ? Can you come to the hospital with me? Can you come to the hospital with me? 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊപ്പം ഒരു മുതിർന്നയാൾ ഉണ്ടായിരിക്കണം. Children under 10. Children under 10 years എന്നുള്ളതാണ്. Children under 10 must be accompanied by an adult.
Children under 10 must be accompanied by an adult. അക്കമ്പനി ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടെ പോവുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് കമ്പനി കൊടുത്ത് കൂടെ പോവുക. ചിൽഡ്രൻ അണ്ടർ 10 മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ ആൻ അഡൾട്ട്. അഡൾട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ്, മുതിർന്ന ആളിനെയാണ് അഡൾട്ട് എന്ന് പറയുന്നത്. അവർക്ക് എന്നെ എങ്ങനെ വിട്ടുകളയാൻ കഴിഞ്ഞു? എന്നെ ഇട്ടിട്ട് പോകാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? How could they leave me like that? How could they leave me like that? നേരെ പോയി ആദ്യത്തെ ലെഫ്റ്റ് എടുക്കുക. Go straight and take the first left. Go straight and take the first left. അപ്പോൾ നേരെ പോയി രണ്ടാമത്തെ ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞാലോ? Go straight and take the second left. Go straight and take the second left. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. Thanks for watching. Keep learning English. Keep practicing English. Please like, comment and subscribe to my channel for more videos. Thank you.